ബാറ്ററി മാറ്റാണ്ട് പറ്റില്ലെന്ന് സുരേച്ചിനോട് ഞാൻ 1000 വട്ടം പറഞ്ഞ. തണുപ്പത് തള്ളി തള്ളി മനുഷ്യന്റെ കൈ കഴിഞ്ഞു. എവിടെ കാറല്ല. തമ്പുരാനെ തപ്പി ഞാൻ ടാക്സി സ്റ്റാൻഡിൽ പോയിരുന്നേ. എന്താ എന്റെയൊക്കെ ഒരു യോഗ. നിനക്ക് കൈവശത്തിന്റെ പരിപാടി ഉണ്ടോ? ആ കാര്യം പറയടോ. ആ പുളുന്താനെ കറക്കി കയ്യിലെടുത്തില്ലേ, അങ്ങോട്ട് ചെല്ലാൻ. അയക്ക് വിസ്കി മേടിക്കണമെന്ന്. നിന്റെ കൂടെ നടിച്ചാലേ തൊള്ളയെ കൂടെ ഇറങ്ങുന്നു. എന്തോ ഒരു സ്നേഹം. വിശ്വസ്തനായ ഡ്രൈവറല്ലേ ചെല്ല്. അതായിരിക്കില്ല, വാസുവണ്ണം പാരയാണെന്നേ വന്നപ്പോഴേ അയാൾക്ക് മനസ്സിലായി കാണും. നീ പോണം. ദേ സാധനങ്ങളുടെ ലിസ്റ്റ് സഞ്ചി. ഇതും കൂടെ വാങ്ങിച്ചോണ്ടേ അങ്ങോട്ട് വരാവേ. ഞാൻ വെട്ടിപ്പാരനാണല്ലോ. നീ നോക്കിക്കോടാ, നിനക്കിട്ട് 2 കിണ്ണിയാൻ കിണ്ണുന്നുണ്ട്. വാ കിണ്ണിക്കാം. പാലവാസ് ബംഗ്ലാവിലേക്കാ? അല്ല, ചതൽപുറ്റിലേക്ക്. എന്നിട്ട് നിന്റെ അച്ഛൻ ഇവിടെ പോയി? അമ്മയും പറക്കമുറ്റാത്ത 3-4 പിള്ളേരെയും പ്രീ ഡിഗ്രിക്കാരന്റെ കൈ പിടിച്ചേൽപ്പിച്ചിട്ട് നീ വേണം ഇവരെ നോക്കാൻ എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ പോയി. എങ്ങോട്ടാ? മേലോട്ട്. ഓ ഐ സീ. ഡിഗ്രി എടുത്തിട്ട് അച്ഛന്റെ സൂപ്രണ്ട് ജോലി കിട്ടൂന്നും പറഞ്ഞു വന്നതാ ഊട്ടിയില്. കിട്ടിയില്ല എന്ന് കരുതി ഉണ്ണിക്കാനെ തോറ്റ് മടങ്ങാൻ പറ്റുമോ സാറേ? അച്ഛനും അടുത്ത വാക്ക് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ആത്മാവെന്നോട് പൊറുക്കോ സാറേ? എന്നോട് പൊറുക്കോ സാറേ? കല്യാണം കഴിച്ചാണോ? കല്യാണോ? പ്രായമായില്ലേ? ഇനി 2 എണ്ണത്തിനോട് കെട്ടിച്ചയക്കണം സാറേ. അവരെയും കൂടി കെട്ടിച്ചു കഴിഞ്ഞ് പൂമനക്കാരുടെ കടവും കൂടി വീട്ടിയ ഉണ്ണി സ്വസ്ഥം. പിന്നെ സ്വന്തമായിട്ടൊരു ടാക്സി, സ്വന്തമായിട്ടൊരു പെണ്ണ. അല്ല സാറെന്താ ഫാമിലി ഒന്നും കൊണ്ടുവരാത്ത? ആരുടെ ഫാമിലി? സാറിന്റെ ഫാമിലി, ഭാര്യയും കുട്ടികളും. എന്താ ചിരിക്കണേ? ഒന്നുമില്ലടാ. അപ്പൊ ഫ്രീ ഫ്രീ. ഒറ്റയാൻ തരി. പോണോന്ന് തോന്നുമ്പോ പോവാം, വരണമെന്ന് തോന്നുമ്പോ വരാം. ബന്ധക്കാരും സ്വന്തക്കാരൊക്കെ ഉണ്ടാവില്ലല്ലേ? ഉണ്ടോന്ന് ചോദിച്ചാ ഒരുപാട് പേരുണ്ട്. ഇല്ലേന്ന് ചോദിച്ചാ ആരുമില്ല. അമലോൺ. അത് പോരാ സാർ. വയസ്സാം കാലത്ത് 1 ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ ഒരാൾ വേണം. വെറുതെ വെള്ളം എടുത്തു തരാൻ ഒത്തിരി ആളുകൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞ അതല്ല, സ്നേഹത്തോടെ അവകാശത്തോടെ എടുത്തു തരാൻ ഒരാൾ വേണം. ഐ മീൻ വൈഫ്. ഓ, ഈ പ്രായത്തിൽ നീ എനിക്കാഴ് പെണ്ണ് തരാൻ? ആര് പറഞ്ഞു സാറിന് പ്രായെന്ന്? യു ലുക്ക് സ്മാർട്ട് ആൻഡ് യങ്. സാറിന് ഇപ്പൊ ഒരു പെണ്ണ് വേണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ സാർ ഒന്നും പറയണ്ട. ഇത് അന്വേഷിക്കാൻ പറ്റിയ ഒരാള് എന്റെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന്. സാർ മുട്ടപൊരിയൽ. അതാണോ അയാളുടെ പേര്? അല്ല, ഞാനീ കൊണ്ടുവന്ന സാധനത്തിന്റെ പേരാ. തിന്നണ സാർ. യു വോണ്ട് ഡ്രിങ്ക്? സാർ സർവൻസിനെ എന്റർടൈൻ ചെയ്ത് സാർ ഒരു ചീപ്പാവരുത്. ഇയാൾക്കുള്ള സ്ഥലം അടുക്കള. വേണ്ട സാർ, കള്ളന്മാരൊക്കെ ഉള്ള സ്ഥലം. ഇയാൾ എവിടെയെങ്കിലും അടിച്ച് വീലയെ കിടന്ന ആന കുത്തി കൊന്ന പോലെ അറിയില്ല സാർ. ആന കുത്തി കൊന്ന പോലെ അറിയില്ല. കൊല്ലുവോ? ആ കൊല്ലും. Just a minute. Just a minute for 5 minutes. Go. നിനക്ക് ഗുമ്മാൻ കിട്ടിയത് ഗുമ്മിയാ പോരെ, ബാക്കിയുള്ളവന്റെ പിച്ചച്ചട്ടി കൈട്ട് പറഞ്ഞോടാ. വാരൂടോ വാരും. താൻ എന്റെ റേഡിയേറ്ററിന്റെ തുപ്പ് വാരാൻ ശ്രമിക്കുന്നവനല്ലോ. You shut up. വട്ടായോ? നീയല്ലേ എന്റെ ഡയാനെ കൊന്നേ? ഡയാനയോ? ഏത് ഡയാന? അറിയില്ലല്ലേ? നിനക്കറിയില്ലല്ലേ? ഇവനറിയാം സാർ, ഇവൻ തന്നെയാണ് ഡയാനെ കൊന്നത്. തമാശ പറയല്ലേ വാസുണ്ട, തോക്ക കയ്യിലിരിക്കും. കാഞ്ചി വലിക്ക് സാർ. ഡയാനെ മാത്രമല്ല, ഇവൻ കൊന്നിട്ടുള്ള എല്ലാ പെണ്ണുങ്ങളെ എനിക്കറിയാം. അപ്പൊ നിനക്ക് നീ പങ്കുണ്ടല്ലേ? അയ്യോ, എനിക്ക് പങ്കൊന്നും. എന്നെ ഡയാനെ കൊന്ന് ഒരുത്തരം ഞാൻ വെറുതെ വിടില്ല. ഐ വിൽ ഷൂട്ട്. വാസുണ്ട, അയ്യോ ഇടയ്ക്കൊക്കെ ഒന്ന് പെട്രോൾ പമ്പ് വഴി പോ. അതൊരു വീഡിയോ ഈ ഏരിയയിലെന്താ വായുല്ലേ? എന്തൊരു സ്പീഡത് അണ്ണേ. ഒരു ടീ சீக்கிரம் கழட்டி போடுங்கடா. வந்து எவ்வளவு நேரம் வச்சு தெரியுமா? இப்ப முடிஞ்சிருண்ணே. முடிக்கല്ലേ? அண்ணனுக்கு சீக்கிரம் போட்டு கொடுங்கடா. ധൂള് സവാരി താലേ കിടച്ചിരിക്ക്. നിന്റെ ഒക്കെ ഒരു യോഗം. കോടികൾ ആസ്തിയുള്ള ഒറ്റ കൊമ്പനല്ലേ ഒത്തു കിട്ടിയേക്കണേ. നല്ല യോഗ. ആനച്ചോറപ്പഴാ കൊലച്ചോറാവണെന്ന് അറിയില്ല.
മതം പൊട്ടിയ തോക്കെടുക്കുന്ന ജാതിയാ. മാറിക്കോ. എന്താണ് ഇത്? ഉണ്ണി, ഒന്ന് വെറുതെ ഇരു. അയാള് ഉയ്യോ സാറ് നീ ഇവിടെ എന്ത് ചെയ്യായിരുന്നു? ഇരിക്കായിരുന്നു. അപ്പൊ അറിയാണ്ട് മൂത്രം ഒഴിച്ച്. നിനക്ക് വല്ല അസുഖമുണ്ടോ? എന്താ? അല്ല, അറിയാണ്ട് മൂത്രം ഒഴിച്ച്. അല്ല, സന്തോഷം വന്നപ്പോ ഒരു മൂത്രം. നീ വന്ന് വളരെ സീരിയസ് ആയിട്ട് കാര്യം അതെ, പറയാണ്. നമ്മൾ തമ്മിൽ ശരിയാവൂല. നമ്മൾ തമ്മിൽ എന്താ ശരിയാവൂല. കാര്യം? ഏയ് ശരിയാവൂല. ഏ, കാര്യം എന്താ നിനക്ക് പറഞ്ഞൂടെ? എന്റെ സാറേ, ആ തോക്കിന്ന് വന്ന് ഉണ്ടെങ്ങാൻ ഇന്നലെ എന്റെ ദേഹത്ത് കൊണ്ടിരുന്നുണ്ടല്ലോ. അത് ഇന്നലെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഐ എം സോറി, റിയലി സോറി. പറയട്ടെ. ഏയ് അത് വേണ്ട, നമ്മൾ തമ്മിൽ ശരിയാവില്ല. നമ്മൾ തമ്മിൽ ശരിയാവില്ല. വേണ്ട വേണ്ട സോറി പറഞ്ഞാ പിന്നൊന്നും പറയരുത്. അതാണ് മാനേഴ്സ്. ഇത് വന്നേ, വാ. ഞാൻ സാധാരണയായിട്ട് 2 ലാർജാ കഴിക്കാറ്. ആ. ഇത് സന്തോഷിച്ചിട്ട് കൂടി പോയതുകൊണ്ട് എണ്ണ അങ്ങ് മറന്നുപോയി. കൂടുതൽ കഴിച്ചിരിക്കുമ്പോ കൊല്ലുക, കൊലപാതകം എന്നൊക്കെ കേട്ടാ എനിക്ക് പ്രാന്ത. ഹൂ, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ. ഇല്ലെങ്കിൽ ഇന്നലെ എന്റെ എണ്ണം പറഞ്ഞനെ. ആരാ സാറേ ഡയാന? അത് വിട്. ഇടോ, ഇവിടെ ആ. ഏ, എഴുന്നേറ്റു. ഇവിടെ വാ. ഈ കറവെന്നെ കൊണ്ട് നടക്കാം സാറ്. കസേര ഇരുന്നോടൂ. ഓ. നീ ഇന്നലെ ഒരു പ്രപ്പോസലിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഏത് പ്രപ്പോസല്? ഞാനോ? എനിക്കൊരു പെണ്ണിനെ കാണുന്ന കാര്യം. അത് ഞാൻ ഒരു തമാശക്ക് അപ്പുറത്ത് മൂടി. നോ, ഐ ആം സീരിയസ്. ഞാൻ വളരെ അധികം ആലോചിച്ചു. നീ പറഞ്ഞ ശരിയാ. വയസ്സുകാലത്ത് ഒരു ചായെങ്കിലും എടുത്ത് തരാൻ ഒരാൾ കൂട്ട് വേണ്ടേ? അത് അന്വേഷിക്കാൻ പറ്റിയ ആരോ നിന്റെ കയ്യിലുണ്ടെന്ന് ഇരിക്കണം പറഞ്ഞു. സാർ. തന്നെയൊക്കെ ആരാടോ വാച്ചറായിട്ട് നിയമിച്ചത്? അതെന്താ സാർ? വല്ല കള്ളന്മാരും വന്നാ ഓടിച്ചിട്ട് പിടിക്കുന്നു വന്നാ എന്ത് ചെയ്യടോ? ഞാനുള്ളിടത്ത് അങ്ങനെ കള്ളന്മാരൊന്നും കയറി വിലസൂല സാറേ. വർഗബോധം ആ, കൊണ്ടായിരിക്കും. അത് തന്നെ. അതുകൊണ്ടൊന്നല്ല സാറേ. പിന്നെ എന്റെ വിസിലിന്റെ ശബ്ദം കേട്ടാ പിന്നെ എന്റെ വിസിലിന്റെ ശബ്ദമൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. എടുക്കട്ടാ സാറേ? എന്താന്ന്? ബൂസ്റ്റ്. ഇയാളെ എന്തോടോ? മുറി പോയി സാർ. രോസായിരുന്നല്ലോ. ഇപ്പൊ മുറിയതാ. ഞാൻ ആ കടയിൽ കൊണ്ടുപോയി തുറന്നേച്ച് വരാം. നീ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. അന്വേഷിക്കാൻ പറ്റിയ ആളുണ്ടോ? ആളുണ്ട്. എന്റെ ഫ്രണ്ടാ മുസ്തഫ. അസല് ഫോട്ടോഗ്രാഫറാ. ഈ ഏരിയയിൽ അവൻ അറിയാത്ത പെൺപിള്ളേര് കുറവാ. ഒരു 100 കണക്കിന് ഫോട്ടോകൾ അവന്റെ കാണും. ഈ കല്യാണത്തിന് കർമാദികൾക്ക് പോകുമ്പോ എടുക്കണതാ. അവന്റെ കളക്ഷനിൽ നിന്ന് പെൺപിള്ളേരെ സെലക്ട് ചെയ്തിട്ടുള്ള പലരും ഉണ്ട്. എന്തായാലും നമുക്ക് സാറിന് പറ്റിയ ഒരെണ്ണത്തിന് അധികം തപ്പിയെടുക്കാം. ആളെ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ നിനക്ക് എന്റെ വക ഒരു പ്രസന്റേഷൻ. തോക്കായിരിക്കും. നോ, ജെനുവിൻ പ്രസന്റേഷൻ. ഓക്കെ. എന്തിയുടെ ബൂസ്റ്റ്? ഫ്ലാസ്ക് പൊട്ടി. റേറ്റ് ഇത്തിരി കൂടിയാലും ക്വാളിറ്റി ഒട്ടും പ്രതീക്ഷിക്കണ്ട. ഫോട്ടോഗ്രാഫി രംഗത്ത് 50 വർഷത്തെ സേവന പാരമ്പര്യമുള്ളവരാണ് മേരി മാതാ സ്റ്റുഡിയോസ്. ഊട്ടിയിലെന്നല്ല, ഏത് കാട്ടിൽ ചെന്ന് ചോദിച്ചാലും ഞങ്ങളെ പറ്റി പറയും. എന്തിനാ ഫോണിൽ സംസാരിക്കുന്നത്? നമുക്ക് നേരിട്ട് കാണാമല്ലോ. ആ ശരി. നമസ്കാരം. 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 കഴിഞ്ഞ ബുധനാഴ്ച YMC ഹാളിൽ കല്യാണ ഫോട്ടോ എടുക്കാൻ വന്നത് നിങ്ങളല്ലേ? അതെ. ഒരു സമ്മാനം കൊണ്ട് വന്നതാ. അയ്യോ, ഞങ്ങൾ ഞങ്ങളുടെ പണി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു. അതിന് നിങ്ങളൊക്കെ സമ്മാനമായിട്ട് വന്നാ വലഞ്ഞു പോകത്തേ ഉള്ളൂ. ഇത് കല്യാണ ആൽബം അല്ലേ? അതെ, തുറന്നു നോക്കിയാട്ടെ. ഒക്കെ നല്ല മിടുക്കി കുട്ടികളാണല്ലോ. ആരാണ് ഇവരൊക്കെ? അതാ ഞങ്ങൾക്കും അറിയേണ്ടത്. ഇവരൊക്കെ ആരാ? അത് കൊള്ളാം. നിങ്ങളുടെ ബന്ധുക്കളെ നിങ്ങൾ എന്നെ തിരിച്ചറിയില്ലെന്ന് വെച്ചാ? ഞങ്ങൾക്കും അറിയില്ലെന്ന്. അതുകൊണ്ടല്ലേ ചോദിച്ചത്. എന്തൊക്കെയായാലും സുന്ദരിമാരായി. ഇതാണ് മേരി മാതാവിന്റെ പ്രത്യേകത. ആഹാ. ഏത് വിരിവുവരെ ഫോട്ടോ എടുത്താലും കാണാൻ സുന്ദരന്മാരായിരിക്കും. ഓ, കണ്ണുപൊട്ടന്മാരെ ഫോട്ടോ എടുത്താൽ കാഴ്ചയുള്ളവരായിട്ട് തോന്നും. ഓഹോ. എന്തിന്? പിച്ചക്കാരെ ഫോട്ടോ എടുത്താൽ സാറിനെ പോലെ ഇരിക്കും. 3000 രൂപ ഒന്ന് ഫോട്ടോ എടുപ്പിച്ചാണ്. ഇത് പെണ്ണിന്റെ ചെറുക്കന്റെ ഒരു ഫോട്ടോ കാണിച്ചു തരാവും. തരാമല്ലോ. ഇതാ കണ്ടോ, ഒത്തുചേരലിന്റെ കൈകോർക്കൽ. എന്തൊരു ഭാവനാ സമ്പന്നം. ഒരു ഫോട്ടോയിൽ പോലും കല്യാണ പെണ്ണിന്റെ മുഖമില്ല, ചെറുക്കന്റെ മുഖമില്ല. ആര് പറഞ്ഞില്ലെന്ന്? ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ, മുല്ലപ്പൂ ചൂടിയ പിൻഭാഗം തലയുടെ. ഈ പിൻഭാഗത്തിനുണ്ടൊരു സൗന്ദര്യം. ഇതാ മിന്നിന്റെ ക്ലോസപ്പ്, മനോഹരമായ ചെവിയുടെ ക്ലോസപ്പ്. ഇത്രയൊക്കെ ആയ പിന്നെ എന്തിനു മുഖം? ഇത് കലാപരമല്ലേ? ഇതാണ് ഞങ്ങളുടെ പ്രത്യേകത. നിന്റെ ഒരു കലാപരം. സത്യമായിട്ട് എടുത്തത് ഞാനല്ല. എന്നെ കൊല്ലുന്നത് മുസ്തഫ. മുസ്തഫയാണ്. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ പാവമാണ്. മുസ്തഫയാണ്. ഞാൻ പറയുന്നു. ഒന്നും അയ്യോ, മുസ്തഫ. ഹലോ. അയ്യോ
അടിക്കാൻ വരുമ്പോ പഞ്ചാര അടിക്കാൻ കൊല്ലം എന്തല്ലേ ഇത്? മുസ്തഫ മുസ്തഫ സൈക്കിൾ കിട്ടി മുസ്തഫ ഡോണ്ട് വെറി മുസ്തഫ ഒരു സംസ്ഥാന സമ്മേളനത്തിലുള്ള ആൾക്കാർ പുറകെ വരുന്നുണ്ട്. എന്നെ രക്ഷിക്കുക. ഉള്ളി ചാടിക്കാറ്. വണ്ടി സാർ ഞാൻ വണ്ടി പോയത് എന്നെ